നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാവിധി ഇന്ന് 11 മണിക്കുണ്ടാവും. 6 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 11 മണിയോടെയാണ് വിധി പറയുന്നത്. പൾസർ സുനി അടക്കമുള്ള കുറ്റക്കാരുമായി പോലീസ് വിയൂർ ജയിലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിന്റെ ആകാംക്ഷയിലാണ് നിയമവൃത്തങ്ങൾ. ലേബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്നും, ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും, സജു ദേവസ് കൊച്ചിയിൽ നിന്നും ചേരും. ലേബി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, സജോ, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ഒരു 11 മണിയോടുകൂടി കോടതി കൂടുന്നു. ആ കോടതി കൂടിയാൽ ഉടൻ തന്നെ ഈ വിധിയിന്മേലുള്ള വാദമുണ്ടാവും. ആദ്യം പ്രതികളോട് അവരുടെ അഭിപ്രായം ചോദിക്കും, പ്രതിഭാഗം അവരുടെ ഭാഗം അവതരിപ്പിക്കും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് അവസാനിക്കും. പ്രോസിക്യൂഷൻ പറയുന്നത് എല്ലാ കുറ്റങ്ങളും ചുമത്തപ്പെട്ടിരിക്കുന്ന കേസാണ്, ഇവർ അപകടകാരികളാണ്, ഇവർ പുറത്തിറങ്ങിയാൽ മറ്റു പെൺകുട്ടികൾക്കും അതിജീവിതയുടെ അനുഭവം ഉണ്ടാവും എന്നൊക്കെ ഒരുപക്ഷെ പറയാം. ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ പറയുമായിരിക്കും. എങ്ങനെ, എപ്പോഴത്തേക്ക് നമുക്ക് വിധി പ്രതീക്ഷിക്കാം ലേബി? ഡോക്ടർ അരുൺ, ഒരു 12 മണിക്ക് ശേഷം മാത്രമേ വിധി പ്രസ്താവം ഉണ്ടാകൂ എന്നാണ് ഈ സമയം വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൂചന. അതായത് 11 മണിയോടുകൂടി കോടതി ആരംഭിക്കും. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്തായാലും അതിനുശേഷമേ ഉണ്ടാകൂ എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഓരോ പ്രതികളുടെയും അഭിഭാഷകർ അവരുടെ ഭാഗം അവതരിപ്പിക്കും. അതിനൊക്കെ ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള വിധി പ്രസ്താവം വരിക. ഏതായാലും കേരളം കാത്തിരിക്കുന്ന വിധി പ്രസ്താവം തന്നെയാണ്. പ്രോസിക്യൂഷൻ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയായിരിക്കും കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. വിയൂരിൽ നിന്ന് പുറപ്പെട്ട പൾസർ സുനി അടക്കമുള്ള എല്ലാ പ്രതികളുമായി 6 പ്രതികളുമായി പുറപ്പെട്ട വാഹനം ഏകദേശം 10:00 എറണാകുളം CJM കോടതിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടുത്തെ പോലീസ് നമ്മൾക്ക് നൽകുന്ന സൂചന. മെഡിക്കൽ അവിടെ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ പിന്നീട് മെഡിക്കൽ എടുക്കാനുള്ള സാധ്യതയില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 10:00 തന്നെ കോടതി വളപ്പിലേക്ക് പ്രതികളെ എത്തിക്കും. അതിനുശേഷം ഒട്ടും വൈകാതെ ബാക്കി നടപടിക്രമങ്ങൾ 11 മണിക്ക് ശേഷം ആരംഭിക്കും. ഏതായാലും കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധി പ്രസ്താവം തന്നെയാണ് ഇത്. അതുമാത്രമല്ല ഡോക്ടർ അരുൺ, വിധി പ്രസ്താവം വരുന്നു, ഇവർക്ക് ശിക്ഷ എന്താകും എന്നത് മാത്രമല്ല, 20 വർഷം വരെ കഠിന തടവുണ്ടാകാം, ജീവപര്യന്തമാവാം. ഏതായാലും ഇതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്നതിന്റെ ഉത്തരം തന്നെയായിരിക്കും ഇന്ന് ജഡ്ജ്മെന്റ് കിട്ടുമ്പോൾ നമുക്കറിയാൻ സാധിക്കുക. അതിന് തന്നെയാണ് പൊതുസമൂഹവും കാത്തിരിക്കുന്നത് ഡോക്ടർ അരുൺ. ഓക്കെ, ലേബിയാണ് നമുക്കൊപ്പം ചേർന്നത്. റോഷിയുണ്ട്. റോഷി, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിധിന്യായമാണ്. ആ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ ഉടൻ തന്നെ പ്രോസിക്യൂഷന് നീക്കമുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് 7 മുതൽ 10 വരെയുള്ള പ്രതികൾ, ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത്? അതിന്റെ കാര്യങ്ങളെല്ലാം വിധിപ്പകർപ്പിൽ വിശദമായിട്ടുണ്ടാവും. 13,000-ലധികം പേജ് വരും എന്നത് ഉറപ്പാണ്. കാരണം 1800 പേജുകൾ തന്നെ പ്രോസിക്യൂഷന്റെ വാദമുണ്ട്. മറ്റു പ്രതികളുടെ വാദങ്ങളും കാര്യങ്ങളും എല്ലാം വിധിയിൽ സവിസ്തരമുണ്ടാവും. അത് പരിശോധിച്ച ശേഷം ഉടൻ തന്നെ അപ്പീലിന് പോകുക എന്നതല്ലേ പ്രോസിക്യൂഷൻ നടത്തുക? കാരണം പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ഇപ്പോഴും ആത്മവിശ്വാസം ഉണ്ട്, അല്ലേ ഋഷി? അരുൺകുമാർ, നടിയാക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം ഒട്ടും ചോർന്നിട്ടില്ല. വിധി എതിരാണെങ്കിൽ പോലും മേൽക്കോടതിയിൽ നീതി ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് അതിജീവിതർക്കുമുള്ളത്. അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരും അങ്ങനെ തന്നെയാണ്. പോലീസ് കണ്ടെത്തിയ 10 പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ പോരാട്ടം തുടരാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് വിധിപ്പകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ അപ്പീൽ തയ്യാറെടുപ്പ് നടത്തും. അപ്പീൽ നൽകാനുള്ള ഏറ്റവും അടുത്ത ദിവസം, അത് അടുത്ത ആഴ്ച തന്നെ, അടുത്ത ആഴ്ച 19-ന് ഹൈക്കോടതി അവധിക്ക് പിരിയുന്നതിന് മുമ്പ് അപ്പീൽ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വിധിപ്പകർപ്പ് ലഭിച്ചാൽ അത് രാത്രി പകലെന്ന രീതിയിൽ പണിയെടുത്താൽ മാത്രമേ അപ്പീൽ കൃത്യമായി തയ്യാറാക്കാൻ കഴിയുള്ളൂ. മാത്രവുമല്ല, ഇതിൽ നേരത്തെ തന്നെ ദിലീപിന് എതിരെയുള്ള തെളിവുകൾ അത് കൃത്യമായി ഏകോപിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ അപ്പീൽ തയ്യാറാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഏറ്റവും നിർണായക നീക്കങ്ങളാണ് ഇനി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും ദിലീപ് ഉൾപ്പെടെയുള്ള 7 മുതൽ ഇങ്ങോട്ട് 10 വരെയുള്ള ഈ 4 പേർ അവർ കുറ്റവിമുക്തരാക്കിയത് വിചാരണ കോടതി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയും. അതറിഞ്ഞാൽ തന്നെ അതെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള പ്ലാനിംഗ് ആയിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു റോഷി. നമുക്ക് കാത്തിരിക്കാം വിധിപ്പകർപ്പിന് വേണ്ടി. വിധിപ്പകർപ്പിലെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ 12 മണിക്ക് വിധി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. 13,000 പേജുകളുണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും എന്തുകൊണ്ട് 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു, അതിന് എന്താണ് കോടതി പറയുന്ന ന്യായീകരണങ്ങൾ, പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണോ, അതല്ല ഏതെങ്കിലും തരത്തിൽ ദിലീപിന് ഒരു തരത്തിലും കുറ്റക്കാരനാവാനുള്ള സാധ്യതയില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വിധിന്യായത്തിൽ ഉണ്ടാകുമോ എന്നറിയണം. അങ്ങനെയാണെങ്കിൽ ദിലീപിന് കേസ് പോകാം. അതല്ല പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ദിലീപിന് കേസ് പോകാനുള്ള സാധ്യതയും കുറയും. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ദിലീപിന്റെ നീക്കമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഈ കാര്യത്തിൽ ഈ വിധിന്യായം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിരുപാധികം വിട്ടയച്ചിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അഥവാ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നല്ല, തെളിവുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്നാണെങ്കിൽ അതുപോലും ദിലീപിന് തിരിച്ചടിയാവും. അപ്പീലിൽ അത് പ്രോസിക്യൂഷന് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ദിലീപ് വീണ്ടും ചോദ്യമുനയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വിധിന്യായം വായിച്ചതിന് ശേഷം അടുത്ത നടപടി അതായിരിക്കില്ലേ ദിലീപിന്റെയും അഭിഭാഷകരുടെയും ഒക്കെ നീക്കം? ഡോക്ടർ അരുൺകുമാർ, അത് തന്നെയാണ്. അതായത് ഈ പ്രോസിക്യൂഷൻ കേസിന്റെ കേന്ദ്ര ബിന്ദു കൊട്ടേഷൻ ബലാത്സംഗം എന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് കോടതിയുടെ കണ്ടെത്തൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അതല്ലെങ്കിൽ ഈ കാര്യത്തിൽ മതിയായ തെളിവുകൾ ഒന്നുമേ ഇല്ല എന്നതായിരിക്കാം. ഏതായാലും ഇതിന്റെ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ദിലീപ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിയമ നടപടി, അതായത് കുറ്റവിമുക്തനാക്കിയതിനു ശേഷം പുറത്തിറങ്ങിയ ദിലീപിന്റെ ശരീരഭാഷയും അപ്പോഴത്തെ പ്രതികരണങ്ങളും വിശദമായി നാട് കേട്ടതാണ്. അതിൽ ദിലീപ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങളോടൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിയമ നടപടിയാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, തന്നെ ഇരയാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തും, തുടർന്ന് നിയമ നടപടിക്ക് പോകും എന്നാണ്. ഏതൊരു പൗരനും നിയമ നടപടിക്ക് പോകാനുള്ള അവകാശമുണ്ട്, അതങ്ങനെ നടക്കട്ടെ. മറ്റൊന്ന്, ഈ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്, അത് പൊതുസമൂഹത്തോട് പറയും, അത് മാധ്യമങ്ങളെ കണ്ട് പൊതുസമൂഹത്തോട് പറയും എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. ഏതായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഈ വിധിപ്പകർപ്പിൽ എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്? കൊട്ടേഷൻ ബലാത്സംഗം എന്ന പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ എന്തുകൊണ്ട് കോടതിയിൽ പരാജയപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഒരു പ്രേരണയില്ലെങ്കിൽ ഇതിന്റെ മോട്ടീവ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അങ്ങനെയൊന്നുമേ ഇല്ലേ? അത് ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടേ ഇല്ലേ അന്വേഷണ സംഘത്തിന് എന്നതാണ്. അതല്ല, തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ അവിടെയുള്ള മൊഴികളുടെയും മറ്റും അഭാവം വിചാരണ വേളയിൽ സംഭവിച്ചതാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിലൊരു വ്യക്തമായി സമ്പൂർണ്ണ വിധിപ്പകർപ്പ് പുറത്തു വരുന്നതോടെ വരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.